வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, வந்து நம்ம பார்ட் 2 எல்லாம் பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்க டிஸ்கிரிப்ஷன்ல லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். போயிடலாமாக்கா? ஓகே. ஓகே. എന്തൊക്കെയായിരുന്നു കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. ഇടി இந்த கேட் எப்படி தாங்க? ഹോൾഡ് பண்ணிக்கலாம். അവരുടെ എഴുതിക്കാരൻ അവരൊരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പോലീസുകാരെ വെച്ച് എന്തുണ്ടാക്കാനാ? ഇങ്ങോട്ടാ. ആ അലമാരയിൽ ടോർച്ചുണ്ട്. അത് ഓ, ഈ മമ്മി കാപ്പാത്ത പോറാന്ന് ഞാൻ. ഇത്രയും ബന്ധമുള്ളപ്പോ ഇതിനാ ടോർച്ച്? അയ്യോ രാമണ്ണി, അതെ ബാലിസാറിനോട് പറഞ്ഞിട്ട് കുറച്ച് പേരോട് വരാൻ പറഞ്ഞു. ലോക്ക് ചെയ്തു. இந்த கதை திறந்து விட்டாங்க. இல்ல, சும்மா பேச்சுவார்த்தை நடத்துறவங்க சொல்லிட்டாரு நம்மள. ஆமா, மொத்தமா திறந்து விட்டாங்க. സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും നിർണായകമായ ചരിത്രപ്രധാനമായ രൂപതെരഞ്ഞെടുപ്പാണ് ആയിക്കരയിൽ നേരിടാൻ പോകുന്നത്. ബൂർഷ്വാ ഫാസിസ്റ്റ് കക്ഷികളുടെ ചട്ടുകമായി മാറിയ ഒരു വർഗവഞ്ചകനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എതിരിടാനുള്ളത്. ഇന്ന് CDP സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ച ആയിക്കരയിലെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് ധീര രക്തസാക്ഷി സഖാവ് രാഘവന്റെ വീടിന് മുമ്പിൽ വെച്ച് നടത്തുവാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. രക്തസാക്ഷി സഖാവ് രാഘവന്റെ വിധവ സഖാവ് രാഗിണി அவனுக்கு ப்ளே பண்ண தெரிஞ்சிருக்குது, ப்ளே பண்றான்னு. அது எம்மாக்கு இப்பயாச்சும் தெரியும் இது டேர்ட்டி பாலிடிக்ஸ். നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവൻ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് കടമ നിർവഹിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കുമെന്നും എനിക്കറിയാം. மீன் அங்க பார்ட்டிஸ்ல கொஞ்சம் கல்ட்டுன்னு தெரியும், நான் இவ்வளவு கல்ட்டுன்னு தெரியாது. இல்லைக்கு கொஞ்சம் ஓவர் ஹைப் பண்றாங்களா? ரைட். ஒரே வீட்ல இருந்து 2 கேண்டிடேட். എന്ത് തോന്നുന്നു? സംഗതി പോസിറ്റീവ് അല്ലേ? അല്ല സാർ, അട്ടർ നെഗറ്റീവ് ആണ്. അതെന്താടോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? ഓപ്പോസിറ്റ് അമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മയല്ല, ഓപ്പോസിറ്റ് അച്ഛൻ നിന്നാലും ഞാൻ ജയിക്കും സാർ. പിന്നെന്താടോ? NSPയുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയാൽ. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉഴപ്പൊന്ന് അല്ലേ? ബാനുസാർ ഉഴപ്പൊന്നല്ല, ബാനുസാർ എതിർ പാർട്ടിക്ക് മറിക്കും. മൂത്തൊക്കെ പോക്കിത്തരം പറയുന്നു. മര്യാദ വിടാതെ സംസാരിക്കേ. സോറി സാർ, ഞാൻ ജയിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? തോറ്റാ പിന്നെ രാമനോട് രാഷ്ട്രീയ ഭാവി. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാടോ, താൻ ശ്രമിക്കൂലേ? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചില് കുറവും ചെയ്ത്ത് കൂടുതലും, അതാണ് വേണ്ടത്. അല്ല, താൻ വരുന്നില്ലേ ഫുട്ബോൾ കളിയാണ്? നാളെ ഇലക്ഷൻ കൺവെൻഷനാ, ഒരുപാട് പണി ബാക്കി കിടക്കുക. അതിനിടയിൽ ഈ ഫുട്ബോൾ വേണോ? വാ, നാളെയല്ലേ കൺവെൻഷൻ? ഇന്ന് കളിയുടെ ഫൈനലാടോ. ഏറനാട് സ്റ്റാലിൻസിന് വേണ്ടി മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷ് ആയി നിൽക്ക്. ഏറനാട് സ്റ്റാലിൻസ് ചേമ്പാറ മൈതാനിയിൽ അല്പന്തുകളിയുടെ രാജാക്കന്മാരുടെ അല്പനിമിഷങ്ങൾക്കകം ഇന്നത്തെ വാശിയേറിയ കലാശം ഏറനാട് സ്റ്റാലിയൻസും നിയമങ്ങളെ പരിചയപ്പെടുന്നത് ഫുട്ബോൾ ലീഗ് രക്ഷാധികാരിയുമായ നിങ്ങൾ ബേജാറാവണ്ട. ചേട്ടാ, നമ്മുടെ ക്ലബിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചെറിയൊരു കാര്യം. എന്താ? ഒരു 10 മിനിറ്റ് മതി. ഒന്ന് കമന്ററി പറഞ്ഞു. ഞാനൊട്ട് പ്രിപ്പയർഡ്. കമന്ററിയാ? ശരിയാവില്ലേ? അയ്യോ, സാരമില്ല. ശരിയാവില്ല, വേണ്ട വേണ്ട. ചേട്ടാ, പിടിക്കാൻ പറ്റുമോ? സ്ഥിരം ചെയ്യുന്നത്. ஓட்டுக்காக என்னென்ன வெயிட் பண்ண வேண்டியது. കഴിഞ്ഞ വർഷം നമ്മളെ போட்டு மட்டுமா வேலை பார்த்தாலும் சரி ஒரே ஆர்டர் வர மாட்டாங்க. ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ MLA
രാമനുണ്ണി അവറുകളാണ്. ചേട്ടാ തുടങ്ങിക്കോ, പൊളിച്ചടിക്കും. സാറിന് കളിയും താല്പര്യമില്ലേ? പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെല്ലുന്തോറും അങ്ങനെ ഞാൻ ഫുട്ബോളാ ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കളി ആരംഭിക്കറവീണ ഏറനാടിന്റെ കരുത്ത് ചാട്ടുളി പോലുള്ള ഷോട്ടുകളും. അതെ, നൗഷാദാണ് കാണികളിൽ ആവേശം തിരയിളക്കി ഇരു ടീമുകളും. അതുകൊണ്ട് ഈ കളി ഇങ്ങനെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള നിർത്തട്ടെ. നന്ദി, നമസ്കാരം. രാമനുണ്ണിയാ കമന്ററി പറയുന്നു. അയാള് കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോ ഒരു കളി ഞാൻ കണ്ടു. അവന്റെ ഉസ്താദാ. അന്നൊരു റെഡ് കാർഡ് കിട്ടി. സമർത്ഥമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും 7-ാം നമ്പർ താരം മനോഹരമായി ഗ്രഹീതമായ ഏറനാടൻ സ്റ്റാലിയൻസ് ഗോൾ. ഇതാ രണ്ടാം പദവിയിലേക്കുള്ള ഏറനാടൻ സ്റ്റാലിയൻസ്. ഇപ്പോൾ നമ്മുടെ അവരെ ബഹുമാനപൂർവ്വം ഗാലറിയിലേക്ക് ക്ഷണിക്കും. നമ്മളിങ്ങനെ ഓളം ഉണ്ടാക്കി വന്നാ മതിയായിരുന്നു. ജോറായിരിക്കും. ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കൂടുതലും കേട്ടല്ലേ. പറ്റാത്ത പണിക്ക് പോണ്ടെന്ന് പറഞ്ഞല്ലേ. അയാൾ ആംബുലൻസ് വിളിക്കാൻ പറയൂ. ഒന്ന് മാറ്. എക്സ്ക്യൂസ് മീ. മാറ്. குத்திட்டாங்களோ? ஷாட்டா? அனைவா அவன் துப்பாக்கி காட்டையா போட்டாங்க போலப்பா. அவன் துப்பாக்கிலாம் சுட்டாங்க போல. சவுண்டே கேட்காம அப்படி ആരോ വെടിവെച്ചതാ. വെടിവെക്കേ? ഈശോയെ. அட பாவில இப்போ ஓடனா தானே ரவுண்ட் வரும். He's dead. സമ ഷോട്ട്. ഓക്കേ, the plot thickens. നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കടാ. ഈസി, ഇത് കളി വേറെ. ഇനി വീട്ടിലെടുക്കണം. അപകട ഡ്രസ് എടുക്കണം. വണ്ടി എടുക്കടാ. വണ്ടി എടുക്കുക. കളി വേറെ കളി. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കത്തിക്കും. നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മൾ എല്ലാവരും സംയമനം പാലിക്കണം. രാമനുണ്ണി, നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിവെക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി. പിന്നെ സൂക്ഷിക്കണം. താനാ ഗാലറിയിൽ ഉണ്ടായിരുന്നല്ലേ? நல்லா கேஷுவலாங்க. மீன் பார்ட்டி ஆபீஸ் எரிக்கிறதெல்லாம். ഇത് അവനാ, എനിക്ക് ഉറപ്പാ. ഇത് ചെയ്തത് രാമനുണ്ണിയാ. എന്താ? ഒരാഴ്ച മുമ്പ് എന്റെ നേരെ തോക്ക് ചൂണ്ടി ഓൻ പറഞ്ഞതാ. അത് പൊട്ടിക്കാനായിരിക്കുന്നു. വെയിറ്റ്നസ് സ്പ്രെഡ് പண்றானுங்க. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടു ഇപ്പൊ തന്നെ. ദീപക് പ്രൊട്ടക്ഷനുള്ള PCയെ വിളിച്ച് രാമനുണ്ണി എവിടെയാണെന്ന് അറിയാം സർ. അയാൾക്ക് പ്രൊട്ടക്ഷനുള്ള സഫിഷ്യന്റ് ഫോഴ്സ് അറേഞ്ച് ചെയ്യണം റൈറ്റ് നൗ സർ. എന്ത് വന്നാലും ആൾക്കൂട്ടം ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാരുന്നോ? ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസ് നഷ്ടപ്പെടും. ഈ 3 ഗാലറികളുടെ റിസർവേഷൻ ചാർട്ട് ഉടനെ കളക്ട് ചെയ്യണം. കളി കവർ ചെയ്ത ചാനലുകാരുടെ മുഴുവൻ ഫുട്ടേജും ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തു സർ. ഒരാളും ചോരാതെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്തും. അയ്യോ അവൻ ഓടിക്കാണേ. അപ്പൊ ഇലക്ഷൻ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ ഇലക്ഷൻ മാറ്റിവെക്കും. ഭാനുവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. ആയിക്കര കത്തും. பானுதே இத பண்ணிட்டான் போல. எனக்கும் தோணுச்சு. ஆனா ரொம்ப யூஷுவல் கெஸ்ஸா இருக்கும்னு நான் சொல்லல. இல்லனா ஓன் பார்ட்டி மெம்பர்ஸை வின் பண்றதுக்காக பண்ணிட்டாங்க. അഡീഷണൽ ഫോഴ്സ് സാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അത് നന്നായി. അതെ, കിട്ടുന്നുണ്ടെ കുറച്ചുപേരെയും കൂടി വിളിച്ചോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, അമ്പാടി മോഹനൻ കൊല്ലപ്പെട്ടു. കൊലപാതകം ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരം ഫോറൻസിക് വിദഗ്ധരുടെയും ബാലിസ്റ്റിക് വിദഗ്ധരുടെയും ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇത് തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇത് പാർട്ടി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. പാർട്ടി പ്രവർത്തകർ ആരിൽ നിന്നും തന്നെ വികാരപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന് കീഴ്ഘടകങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകി. നാളെ സംസ്ഥാന വ്യാപകമായി തികച്ചും സമാധാനപരമായി ഹർത്താൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചു. ബാലിസ്റ്റിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർ സംഭവ സ്ഥലം വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക നിഗമനങ്ങളിൽ നിന്നും അത്രയേറെ സൂക്ഷ്മതയോടെയാണ് കൊല നടത്തിയിരിക്കുന്നത്. ഊഹാപോഹങ്ങൾ വെച്ച് ഇലക്ഷൻ മാറ്റിവെക്കാൻ സാധ്യതയില്ലെന്ന്, യാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പ് കൊടുത്തുന്നു. അവർക്ക് കിട്ടിയ സഹതാപതരംഗം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇലക്ഷൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ചെയ്ത പണിയെല്ലാം വേസ്റ്റ് ആയി പോവനെ. എന്നാലും മോഹനെ ആരായിരിക്കും കൊന്നത് മോഹനെ ആണെങ്കിലും ലക്ഷ്യം ഞാനാ. TC ഇരിക്കെ. ഇപ്പൊ 2-3 ചോദ്യങ്ങൾ മാത്രം, വിശദമായിട്ട് പിന്നെ. 10 ദിവസം മുമ്പുള്ള ഒരു ഇൻസിഡന്റ് മീഡിയക്കാരുടെ മുമ്പിൽ അന്ന് അയാളത് നിഷേധിച്ചതാണ്. സഖാവ് രാജേന്ദ്രന് നേരെ രാമനുണ്ണി ഒരു തോക്ക് ചൂണ്ടിയെന്ന് അറിയാലോ. സത്യത്തിൽ സംഭവിച്ചാണ്.
ഇത് ഞാൻ മോഹന് നേരെയും ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കും എന്നൊരു വാചകം അതുണ്ടായോ? സാർ അത് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ശരിയാണ്, പറഞ്ഞു. ഓക്കെ, റിപ്പോർട്ടർ ചാനലിലെ ഗസ്റ്റ് റൂമിനകത്ത് വെച്ച് മോഹനുമായിട്ട് എല്ലാവരും കണ്ടാണ്. അകത്ത് നിങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നടന്ന ആരും കണ്ടില്ലല്ലോ. Circumstance, തോക്ക് motive. കിട്ടിയതിനു ശേഷം തൊടുപുഴ റൈഫിൾ ക്ലബ്ബിൽ ഫയറിംഗ് പ്രാക്ടീസിന് പോയിരുന്നു. ഓ സാർ. നിങ്ങൾക്ക് രണ്ടാൾക്കും ആധാർ കാർഡ് ഉണ്ട്? കാണട്ടെ. ഇതിന്റെ ഡീറ്റെയിൽസ് കുറിച്ചെടുത്ത് എനിക്ക് SMS ചെയ്യണം സാർ. അപ്പൊ ശരി. രാമനുണ്ണിയുടെ തോക്കൊന്ന് കാണാവോ? വീട്ടിലാണ് സാർ, കളി കാണാൻ പോയതുകൊണ്ട് എടുത്തില്ല. സ്റ്റേഡിയത്തിൽ നിന്ന് നേരെ വീട്ടിൽ പോയിരുന്നല്ലേ? സാർ, പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ. തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണം. அநேகமா வந்து கன் எடுத்து கொடுத்துறான்னு நினைக்கிறேன். இருக்கலாம். அந்த உதயன் சம்திங் பானு மிரட்டினானுங்கல்ல, எடுத்து கொடுத்துருப்பான்னு நினைக்கிறேன். ഇയാളൊരു കൃഷി ഓഫീസർ, ആധാർ കാർഡൊക്കെ ചോദിക്കാൻ. നമ്മുടെ പാമ്പ്രിന്റും ബ്ലഡ് ഗ്രൂപ്പും റെറ്റിന സ്കാനും DNA വരെ അതിലിരിക്കല്ലേ. അല്ലപ്പം ഞാൻ എന്നെ അവര് തന്നെ സംശയിക്കുന്നുണ്ട്. താൻ എന്റെ സന്തത സാഹചര്യല്ലേ. പിന്നെ ഒരു കാര്യം, ഞെട്ടരുത്. കണ്ടില്ല. പുറത്തേക്കണ പോലീസുകാരില്ലേ, അവരിപ്പോ നമ്മുടെ പ്രൊട്ടക്ഷൻ ഉള്ളതല്ല. നമ്മളിപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. പിന്നെ പോലീസ് കസ്റ്റഡി അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. ഇന്നത്താൻ പോയി ശ്രമിച്ചോക്കടോ. போன புடுங்க வரைக்கும் சமஸ்பட வேண்டியதான். ആഹാ, എങ്കിൽ ശരി. ഇവനൊക്കെ വിവരം അറിയും. വരട്ടെ, സകല മീഡിയക്കാരും വരട്ടെ. ഒരു നാരി ഏതൊരു നാരിയെ കൊന്നെന്ന് പറഞ്ഞ് താൻ ആരെ പിണ്ടം വെക്കാനോട് ഇപ്പൊ കോപ്പില് തോക്ക് വാങ്ങിയത്? വെറുതെ മനുഷ്യനെ ചുറ്റിക്കാൻ. ஜாம் பண்ணிட்டானுங்களா? സർവീസ് ടെമ്പററി സസ്പെൻഡഡ് എന്ന്. ഇതും അതെ, ടെമ്പററിലി സസ്പെൻഡഡ്. சீரியஸ் சிச்சுவேஷன்ல என்ன பீஜிங் போடுறாங்க பாரு. நோ சிக்னல். ഹലോ, സ്ഥലം തഹസിൽദാർ, പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ ടീച്ചർ, ഒരു ഫോട്ടോഗ്രാഫ്. ഇവരെ കൂട്ടി ഇപ്പൊ തന്നെ രാമനുണ്ണിയുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളു. കമോൺ. டீச்சரா? புல்லட் ஒன்று மிஸ்ஸிங். பட் பலிஸ்டிக் பார்த்தோம்னா அந்த டைரக்ஷன்ல இருந்து வர வாய்ப்பே இல்லை. அவர் ஷூட் பண்ணல. പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കും. ദാറ്റ്സ് ഓൾ. സർ, ബോഡിയിലെ പ്രൊജക്ടൈൽ പാത്ത്, അതായത് ബുള്ളറ്റിന്റെ ഗതി മുന്നിൽ നിന്ന് 35 ഡിഗ്രി ഡൗൺവേർഡ് ആണ്. ഷൂട്ട് ചെയ്തിരിക്കുന്നത് 20-22 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നും. ദാറ്റ് മീൻസ് ഗാലറിയുടെ മുകളിൽ നിന്നുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റോയിൽ നിന്നും. സെക്കൻഡ് റോയിലുള്ള ഈ 2 സീറ്റുകളിലായിരുന്നു രാമനുണ്ണിയും തോമസ് ചാക്കോയും. ബോഡിയിൽ നിന്ന് റിക്കവർ ചെയ്ത ബുള്ളറ്റ് ഇതൊരു .32 ബുള്ളറ്റ് ആണ്. സർ, ബൈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. രാമനുണ്ണിയുടെ തോക്ക് ഒഴികെ വീട്ടിൽ നിന്ന് സീസ് ചെയ്ത രാമനുണ്ണിയുടെ റിവോൾവർ. இவ்வளவு அழகா ஃப்ரேம் ஆகுதுன்னா அவர் இல்ல தானே. பட் போலீஸ் அதை பார்க்க மாட்டாங்களா? இவருக்கு மோட்டிவ் இருக்கு, சர்க்கம்ஸ்டன்ஸ்ல இருக்காங்க, சர்க்கம்ஸ்டன்ஷியல் எவிடன்ஸ் இருக்கு. .32 റിവോൾവർ. .32 റിവോൾവർ. ഇതൊരു 6 ഷോട്ട് റിവോൾവറാണ്. 6 ബുള്ളറ്റുകൾ ലോഡ് ചെയ്യാം. ഇതിൽ 5 ബുള്ളറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. 1 ബുള്ളറ്റ് ഇസ് മിസ്സിംഗ്. സർ, ഇത് വെറും ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല. പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് സോളിഡ് ആയിട്ടുള്ള 3 പ്രയർ ഇൻസിഡന്റ്, അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 മൊഴികൾ, സഫിഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ്. പിന്നെ ഈ തോക്കിൽ 2 പേരുടെ പാം പ്രിന്റുകളുണ്ട്, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. സർ, ഷൂട്ട് ചെയ്തത് ഇവരെല്ലാരും. ദാറ്റ്സ് ഓൺലി റിമൈനിങ് തിങ് ടു ബി പ്രൂവ്ഡ്. സർ, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തായിരുന്നു? കൊടുത്തു സർ. ഷാൽ ഐ പ്രൊസീഡ് ടു അറസ്റ്റ് ദം? യെസ്, യു ക്യാൻ പ്രൊസീഡ്. நான் நினைச்சேன். ഇവിടെയെങ്കിലും ഇല്ല സർ. കം ഓൺ സെർച്ച്. സർ, தலை சுத்தி ஷாட்டு கலகல இன்டர்மிஷன். இது ஈஸி, அழகா வெளியே வந்துருச்சு. സഖാക്കളെ, ഒരു രക്തസാക്ഷിത്വത്തിനും നമ്മൾ മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല. അതൊരു നയമൊന്നുമല്ല, വികാരമാണ്. ആ വൈകാരികമായ സംഘബോധമാണ് പാർട്ടിയുടെ അടിത്തറ. ലാൽ സലാം. സെക്കൻഡ് റോയിലെ ഈ 2 സീറ്റുകളിലായിരുന്നു രാമനുണ്ണിയും തോമസ് ചാക്കോയും. ഇതൊരു .32 ബുള്ളറ്റ് ആണ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ഇത് വെറും ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല, പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് സോളിഡ് ആയിട്ടുള്ള 3 പ്രയർ ഇൻസിഡൻസ്, അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 സാക്ഷികളുടെ മൊഴികൾ, സഫിഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാം പ്രിന്റുകളുണ്ട്, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. இங்க வந்து நிறுத்தியா? எங்க வந்து ஏட்டடா மாட்டி விட்டு. ഇതിനൊക്കെ പുറമെ ഇത്
ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ. ഇത് തോക്കിൽ ഘടിപ്പിക്കാവുന്ന ഒരു സൗണ്ട് സപ്രസറാണ്. ഐ മീൻ സൈലൻസർ. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ വെച്ച് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സൈലൻസർ. ഇന്റർനെറ്റിൽ പല സൈറ്റുകളായി കിടപ്പുണ്ട്, ചിത്രങ്ങളടക്കം ഇതിന്റെ നിർമ്മാണ രീതി. അതിൽ രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും വിരലടയാളം എല്ലാം കണ്ടെത്തിയിട്ടുണ്ടോ സാർ? സംഭവത്തിന് ശേഷം ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ തിങ്ങിക്കൂടിയ ജനക്കൂട്ടം ചവിട്ടി ചതക്കപ്പെട്ട നിലയിലാണ് ഇത് കണ്ടെത്തിയത്. അതിവിദഗ്ധമായിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. That's all. സ്പീസീസാ പാക്കുறாங்க. ഒരു ബുള്ളറ്റ് അതെങ്ങനെ തോക്കിന്ന് മിസ്സായി? തോക്ക് വീട്ടിലായിരുന്നില്ലേ? ഉണ്ട മാറ്റിയ നിന്റെ തള്ള തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം സംശയിക്കേണ്ട നിന്നെ അല്ലടാ. നിന്റെ കയ്യിലല്ലാണ്ട് ഞാൻ വേറെ ആരെങ്കിലും തോക്ക് കൊടുത്തിട്ടുണ്ടോടാ? ഓ അങ്ങനെ ശരി. എങ്ങോട്ടാ? പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, ചോദ്യം ചെയ്യട്ടെ. തോക്കിൽ എന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെ വന്നു? അതല്ലേ അവർക്ക് അറിയേണ്ടത്. അതിനുള്ള ഉത്തരവാണ് നീ ഇപ്പൊ പറഞ്ഞത്. സഹാക്കന്മാർ തന്നെ പലതവണ കണ്ടിട്ടില്ലേ നീ എനിക്ക് തോക്ക് കൈമാറുന്നത്? പിന്നെ ഞാൻ എന്തിനു വിളിച്ചിരിക്കണം? നീ മാറ്. ഇപ്പൊ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നീ മാറി. അവിടെ പോയി ഇരിക്കണം. തന്തയുടെയും തറവാടിന്റെ ഒന്നും അഡ്രസ് ഇല്ലാത്തോണ്ടാ അതിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കാനും വേണ്ടി ഓടുകണ്ട. നീ ഒരു മറ്റടത്തേക്കും പോണില്ല. ഇത് എനിക്കുള്ള ട്രാപ്പാ. എടുത്തുന്നായാലും വലത്തുന്നായാലും. കൊല നടന്ന് 14 മണിക്കൂറിനകം പോലീസ് ഇത്രയ്ക്ക് കൺക്ലൂസീവ് എവിഡൻസുമായിട്ട് പ്രതികളെ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്നവരെ കേരളത്തില്? ഇപ്പൊ നീ ഇറങ്ങിയ നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് മുഴുവൻ അവര് പറയിപ്പിക്കും. നീ മാപ്പ് സാക്ഷി. അതാണല്ലോ നിനക്ക് സേഫ്. പറഞ്ഞല്ലോ നിന്റെ രാഷ്ട്രീയ ഭാവി. എനിക്ക് ജീവപര്യന്തം 2-3 വർഷം കഴിഞ്ഞ പരോളിലർ ഇറങ്ങിയ കട്ടാൻ പേസ്റ്റ് അവന്മാര് വെട്ടി തേച്ചു കളയും. ജീവിച്ചു വളർന്ന് ഇവിടെ ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിട്ടൊന്നുമല്ല. എന്റെ തന്റെ പോലെ കത്തിക്ക് തീരാൻ എനിക്ക് മനസ്സിലാണ്. ഊരിപ്പോവാൻ നോക്കിയ ഒച്ചയ്ക്ക് അറക്കുന്നതിനെ ഞാൻ. ஏற்கனவே இப்படி மிரட்டிதான் வந்து இதாகி போகுது. ஐ ஃபிஷ் அழகா இருக்கு. പോളിംഗ് തീരണവരെ CDP-ക്കാരനങ്ങൂല. അവർക്ക് ഈസി വാക്ക് ഓവർ അല്ലേ? എന്താ NSPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊലയാളി ഒളിവിൽ. എലക്ഷൻ കഴിഞ്ഞ പ്രസിഡന്റ് NSP-ക്കാരുടെ വീട് കയറിയുള്ള വേട്ടയായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയുക, NSP സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ് രാമനുണ്ണി. ആ സപ്പോർട്ട് അങ്ങോട്ട് പിൻവലിക്കുക. എന്തായാലും തോക്കും. അപ്പൊ പിന്നെ തടിമാനോ രക്ഷിക്കാൻ ഇപ്പൊ ഇതേ ഉള്ളൂ മാർഗം. NSP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് രാമനുണ്ണിക്ക് കൊടുത്തിരുന്ന പിന്തുണ നിരുപാധികം പിൻവലിക്കുകയും NSPയുടെ പരിപൂർണമായ പിന്തുണ ഇദ്ദേഹത്തിന് സുമേഷനായിരിക്കും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക. ഹലോ ഡാ ഒരു മിനിറ്റ്. ഞാൻ അവരെയും കൊണ്ടാ വരുന്നേ. വൈകിട്ട് പുറപ്പെടും. അജയ്, ക്യാമറകളെല്ലാം പെർഫെക്റ്റ്ലി കൺസീൽഡ് ആയിരിക്കണം. ഒന്നുപോലും അവരുടെ കണ്ണിൽ പെടരുത്. പിന്നെ മൊബൈൽ ജാമർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ചെക്ക് ചെയ്യണം. ഒരു കാരണവശാലും അവർക്ക് സിഗ്നൽ കിട്ടാൻ പാടില്ല. ഡിഷ് ആന്റിനെയും ടിവികളൊക്കെ ഉടനെ എടുത്ത് മാറ്റിക്കും. വി ആർ ഗോയിങ് ടു റോക്ക് ദി ഇയർ. ബൈ. ഓ ആക്ഷൻ മോഡ്. ഇത് ആര്? മാരത്തെ ചന്ദ്രികയല്ലേ? എന്താ നിനക്ക് ഞാനൊരു ബ്ലൗസ് തുന്നി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ മോത്തൊരു ഉണക്കുമുന്തിരിയും കൂടെ ഒട്ടിച്ചു വെക്കും, പ്രേം നസീറിനെ പോലെ. അപ്പൊ പിന്നെ ആർക്കും മനസ്സിലാവൂല. ഡോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കടക്കാൻ നോക്കോടോ പിശാശേ. ദാ ചെന്നേ ആ മോത്ത് മുടിയിലേക്ക് എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചു വെച്ച്. ഇനി ഞാൻ കൂടെ വൃത്തിയേടാവണോ? ഈ കോലത്ത് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോയാൽ മതി. അല്ലെ ഞാൻ പോയി പിടി കൊടുക്കാം. പോലെ അല്ല അടിക്കട്ടെന്ന് ഒളിച്ചിരിക്കാൻ ഇനി ഒരു മേക്കപ്പ്. രാമനുണ്ണിയുടെ നോട്ട് ഞാൻ വക്കീലിന് മെയിൽ ചെയ്തിട്ട് ആദ്യം സെഷൻസിൽ ഫയൽ ചെയ്യാം. നാളെ തന്നെ മൂവ് ചെയ്യും. സെഷൻസ് തള്ളൂന്നുള്ളത് ഉറപ്പാ. സെക്കൻഡ് ചാൻസ് ഹൈക്കോടതി, സുപ്രീം കോടതി. മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഒളിച്ചിരിക്കാൻ പോകുന്നത്. ഒറ്റ ഈ കുരുക്കഴിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇതിനോട് വക്കീലെന്ന് പറഞ്ഞിരിക്കും. ഓ അപ്പൊ വക്കീലുമാണ്. അതെ മാരാത്തെ ചന്ദ്രിക തുടങ്ങിയോ കലാപരിപാടികളൊക്കെ? അടിച്ചേക്കല്ല കൊച്ചു കുടിച്ചു പറ്റി. ടച്ചിങ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ മോളെ? ടച്ചിങ്സ് ഒന്നുമില്ല രാമനുണ്ണി. ഇത് നമ്മുടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി. ഇനി ഈ മൊബൈലുകളിൽ മാത്രമായിരിക്കും കോൺടാക്ട്. ഇതിൽ സിം ഇട്ടിട്ടുണ്ട്. എന്റെ പുതിയ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഉടനെ പുറപ്പെടും. ஏதோ பிளான் பண்ணிருக்காங்க, என்னதான் தெரியல. അയ്യേ ജീൻസ് ബനിയൻ കളസ്. ഈ സാമാനം ഒന്നും ഞാൻ ഇടില്ല കേട്ടോ. ഇതൊക്കെ ഇട്ട് ആരെങ്കിലും രാഷ്ട്രീയ ഭാവി. ഇതിലും വേണം ഞാൻ പിടി കൊടുക്കുന്നതാ. ഇവിടുന്ന് കടന്ന് മംഗലാപുരം കഴിഞ്ഞു കിട്ടണം. അതുവരെ എന്റെ കാറിൽ പോണത് അപകടമാണ്. മംഗലാപുരം കടന്നിട്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. താനെന്തിനു പുതിയ വഴി കണ്ടുപിടിക്കുന്നത്? കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ആ വഴിയില്ലേ? ഒരു കുളം. എക്സാക്ട് ആയിട്ട് ഈ സ്ഥലം എവിടെ? ഈ സ്ഥലം അറിഞ്ഞൂടെ? ഇത് ഈ മാധവൻ സാറിന്റെ വീടാണ് അല്ലെ മോളെ? ഭയങ്കര വെള്ളമാണല്ലോ. ഗോവ മഹാരാഷ്ട്ര ബോർഡറിലാണ് സ്ഥലം. നമ്മള് ഗോവ എത്തിയോ? ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ഫ്രിഡ്ജിൽ മോരിരിപ്പുണ്ട്, കലക്കി കൊടുക്കും. ഓർക്കയില് മോറൊഴിച്ചിരിക്കാൻ ബെസ്റ്റ്. എടുത്തിട്ടോ. ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ എന്റെ ഒരു ഫ്രണ്ട് ഇന്റീരിയർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബീച്ച് റിസോർട്ട്. അയ്യോ അപ്പൊ അവിടെ വർക്കേഴ്സ് ഉണ്ടാവും? വർക്കേഴ്സ് ഉണ്ടാവാണ്ട് പിന്നെ റിസോർട്ട് ഉണ്ടാവുള്ളൂ. പേടിക്കണ്ട, അവിടെ എല്ലാരും മറാഠികളും ഗോവൻസും. ഗോവൻസ് നല്ല അടികാര്. പിന്നെ അവിടെ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഇല്ല. ലാൻഡ് ഫോൺ ഇല്ല, മൊബൈലിന് റേഞ്ച് ഇല്ല. വാട്സ്ആപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ 28 കിലോമീറ്റർ മാറിയ ഒരു ടൗൺ ഉണ്ട്. അവിടെ വിവരം ഉണ്ടോ? അതില്ലാണ്ട് എനിക്ക് പറ്റില്ല.
അല്ല നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒൽത്താൻ പോലെ ഒന്നും മിണ്ടായിരടോ. അതിനല്ലേ ഞാൻ. എനിക്ക് പുറത്തു പോയി വിളിച്ച് അന്വേഷിച്ച് വരാമല്ലോ. അതെ, ഒരു ബെസ്റ്റ് സ്ഥലം ഞാൻ പറയാം. മുടി മുറിക്കണ്ട, കളസൂടണ്ട, 10-16 മണിക്കൂർ യാത്ര ചെയ്യണ്ട, വെറുതെ റോട്ടിൽ ഇറങ്ങി നിന്നാ മതി, അവര് കൊണ്ടുപോയിക്കോളും. സബ്സിഡി എങ്ങനെ പോയാലേ? ഇയാളെയും കൊണ്ടുള്ള പോക്ക് നടക്കില്ല. വേണ്ട, റോട്ടിൽ ഇയാൾ ഇറങ്ങി നിന്നാൽ മതി. പക്ഷെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുള്ളൂ. ഇല്ലേ ഇല്ലേ രാമണ്ണി? ഇല്ലേ? ஆகுனா கண் எடுத்து வைக்கிறது. எதுக்கு இது பண்றாரு? சேவ் பண்றாரு போல. அப்படிப்பட்ட ஆள் இல்ல ஒரு பொண்ணுக்கு முன்னாடி ராசியை போட்டு என்ன ஃபுல்லா கேமரா செட் பண்றாங்க? அது எனக்கு புரியல. அவ ஏதோ பிளான் பண்ணிருக்கா. കമാൻഡ് സെന്റർ മാതിരി ഇருக்கு ലിറ്ററലാ. കുഴപ്പമുള്ള ഒരുപാട് തൂണുണ്ട്. ഇങ്ങോട്ട് വാ. റൂമിൽ കയറി കഴിഞ്ഞ് തുണി കൊടുക്കാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കുന്നത്. ഒറ്റടി അടിച്ചാണ്ടല്ലോ മനുഷ്യനെ ഭ്രാന്താക്കണതിനൊരു അതിരുണ്ട്. ഇതെന്റെ ജീവൻ കൈ പിടിച്ചിട്ടുള്ള കളിയാ. സത്യം തെളിഞ്ഞാലില്ലെങ്കിലും നിന്റെ ലൈഫ് സേഫാ. சேனல் ட்ரை ഈ பண்ணிட்டு കുരുക്ക് இருந்தாங்க. കളിക്കാൻ എന്റെ കൂടെ സ്വബോധത്തോടെ ஷோ மாரி ரெடி பண்ணிட்டா போல. ചതിക്കരുത് പ്ലീസ്. ஒரு வளர்ந்த மனுஷனை போய் இப்படி பண்ணிட்டா. இன்னமும் பண்றாங்கப்பா. நெட்டே இல்லாத இடத்துக்கு அதனாலதான் குட்டி போய் குறைச்சிருக்காங்க போல. இவங்க உட்காந்து டெலிகாஸ்ட் பண்ண போறாங்கன்னு நினைக்கிறேன். ஏதோ பண்றான். അജയ്, ജാമർ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? Yes dear, there is no problems with that. ഷോ മീ രാമനുണ്ണീസ് ഫേസ്. இவரு தெரிஞ்சுக்கிட்டே தெரியாம இருக்காரா? ഗോഡ്. ദേ ഉറങ്ങിക്കരുത്. എടുത്ത പണി മുഴുവൻ വെറുതെ ആവും. തോമസ് എങ്ങാനും രക്ഷപ്പെട്ട തീർന്നു. ഡോണ്ട് ഗെറ്റ് സ്കേർഡ്. Okay, അപ്പോൾ ശുഭരാത്രി. அதான் பிளான் பண்ணி ஐலாண்டில் கொண்டு போய் குறைச்சிட்டாங்க. ഗാലറിയുടെ മുകളിൽ നിന്നുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റോയിൽ നിന്നാണ് ഫയർ ചെയ്തിരിക്കുന്നത്. ഇതൊരു 0.32 ബുള്ളറ്റ് ആണ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ് ADM-ന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ തോക്കിൽ രണ്ടുപേരുടെ പാമ്പറിന്റെയും രാമനുണ്ണിയുടെയും തോമസ് ചാക്കോ വക്കീല് കേസ് പഠിക്കാൻ ഏയ് ഇതെടുത്തോണ്ട് പോയി വൃത്തികേട് കാണിക്കല്ലേ. വൃത്തികേട് പുറത്ത് കാണാതിരിക്കാൻ ഇടുന്ന സാധനമാണിത്. ഈ ഒരെണ്ണം തിരിച്ചു മറിച്ചു അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്നെ സമ്മതിക്കണം. താൻ ഇന്നലെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആണോ? ഓ, ഞാൻ ഓർക്കുന്നില്ലെന്നേ. ഞാൻ ഓർക്കണുണ്ട്. എന്നാ താൻ പോയി കുമ്പസാരിച്ചിട്ട് വാ. പള്ളിയും അച്ഛനൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് ആരോടെങ്കിലും ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി. കുറച്ച് മനസമാധാനം കിട്ടും. ഹെൽന, ഞാൻ എന്തേറ്റ് പറയണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്? തനിക്ക് പറയാനുള്ളത് എന്ത്? ശരി, എനിക്ക് ഏറ്റു പറയാനൊന്നുമില്ല, പക്ഷെ പറയാനുണ്ട്. തന്റെ കൈ കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മോഹനെ കൊല്ലിച്ചത് താൻ, അല്ലെങ്കിൽ താൻ അറിഞ്ഞോണ്ടാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോ രാഷ്ട്രീയമോ ഒന്നുമല്ല. അയാളെ കൊല്ലാൻ തനിക്ക് വേറെ എന്തോ ഒരു കാരണം. இவருதான் பண்ணிருக்காருன்னு நினைக்கிறியா? எனக்கு என்னமோ இவருதான் பண்ண மாதிரி தெரியுது. ஆனா தப்பிச்சிருவாருன்னு தோணுது. അന്ന് ഗസ്റ്റ് ഹൗസ് വെച്ച് തോക്ക് ചൂണ്ടി മോഹനെ ഒരു ദിവസം പൊട്ടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ചാനൽ സ്റ്റുഡിയോയിൽ ഇൻസിഡന്റ്. അന്ന് അകത്തെന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്കറിയാറാമോ പറയാം. ഇപ്പൊ എനിക്ക് അറിയാനുള്ള പറയണോ? ഞാൻ കേൾക്കാം. കേട്ടോ, പറയാം. കാരണമുണ്ട്. അവനെ കൊല്ലാൻ എനിക്ക് കാരണമുണ്ട്. ആദ്യം പാർട്ടി ഓഫീസിൽ വെച്ച് വേണമെങ്കിൽ മനസ്സിലാക്കിക്കൊന്നുള്ള മട്ടില് അവൻ പൊതിഞ്ഞൊന്ന് പറഞ്ഞു. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെ കത്തിക്ക് തീർന്നോണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. ഒറ്റയ്ക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിന് മാത്രമേ വന്നത്. പൊട്ടിക്കാനാണോ? അത് നിന്റെ മുഖത്തെന്ന് അറിഞ്ഞതിന് ശേഷം. എന്താ നിനക്ക് അറിയേണ്ടത്? എന്റെ അച്ഛന്റെ മരണം. അതെ, എന്റെ അറിവോടെ തന്നെ இவன்தான் பண்றது. ഒത്തിരി ചോരക്കളി കളിച്ചും കളിപ്പിച്ചും തന്നെയാ ഞാനിവിടം വരെ എത്തിയത്. മീശ മുളച്ചതിന് ശേഷമല്ല, നിക്കറിട്ട കാലത്തെ തുടങ്ങിയ അധ്വാനം. എന്നെ വടിച്ചു കളയെന്ന് തീരുമാനിച്ചു നിന്റെ അച്ഛൻ. അന്ന് രാത്രി തന്നെ തീർത്തു. അറിയുമ്പോ എല്ലാം അറിഞ്ഞു. അത് NSPക്കാരുടെ അക്കൗണ്ടിൽ കയറിയത് വേറൊരു കേസിലെ 2 യഥാർത്ഥ പ്രതികളെ മാറ്റാൻ നിന്റെ ഉദയഭാനുവിന് ചെയ്തു തരേണ്ടി വന്നൊരു ഫേവർ. പിന്നെ അറബുകാരനെ സപ്ലൈ ചെയ്തതും. NSP ആളുകൾ ഹെൽപ്പ് பண்ணிருக்கானுங்க. ഇനി എപ്പോഴാ പൊട്ടിക്കുന്നത്?
കൊല്ലണ്ടേടോ അവനെ. ഞാൻ തന്നെയല്ലേ അവനെ കൊല്ലണ്ടത്. പറയണോ? അല്ല താനാണോ അത്? വണ്ടർഫുൾ. ഇതുവരെ ടിൽ ഹിയർ ഫസ്റ്റ് എപ്പിസോഡ്. ജോൺ നാളെ ഈവനിങ് 7:30 ചാനലുകളുടെ പ്രൈം ടൈമിൽ ഈ അടി എപ്പിസോഡ് വെബ്സൈറ്റിൽ ഭാവി. അപ്ലോഡ് ചെയ്യണം. എല്ലാ ചാനലുകൾക്കും പ്രൊമോ അറ്റാച്ച് ചെയ്ത മെയിൽ സെൻഡ് ചെയ്യണം. വൈകിട്ട് 7:30 മണി വരെ കേരളം മുഴുവൻ കാത്തിരിക്കണം, ചർച്ച ചെയ്യണം. കുടിക്കേ. What's it? തല്ലുകൊള്ളുമ്പോ വേദന കുറച്ചേ അറിയൂ. ഏയ് ലുക്ക് എനിക്ക് വേണ്ട. കുടിക്കണം. കുടിക്കാൻ. വാട്ട്സ് ഹാപ്പനിങ് ദേർ? പറയാൻ. കണ്ടുപിടിച്ചില്ല ഓരോ ക്യാമറാസ്. ആ തന്തയിലെ കഴിവുറമോൻ എന്നെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എപ്പിസോഡ് 2. ഡൺ. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കേസ് നമ്പർ 1, ഹൈഡിംഗ് ഡേയ്സ് ഓഫ് എ കൾപ്രിറ്റ്, ഒരു കുറ്റവാളിയുടെ ഒളിവ് ദിനങ്ങൾ. അമ്പാടി മോഹനൻ വധം, സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകം. രാമനുണ്ണി സംശയിക്കപ്പെട്ട നിമിഷം മുതൽ ഞങ്ങൾ അയാളെ പിന്തുടരുകയായിരുന്നു. രാമനുണ്ണിയെയും സഹായി തോമസ് ചാക്കോയെയും പിന്തുടർന്ന് ഞങ്ങൾ എത്തിയത് കേരളത്തിന് പുറത്തുള്ള അവരുടെ ഒളിയിടത്തിലേക്കാണ്. അവരറിയാതെ ഈ ഒളിയിടത്തിൽ കുറച്ച് ഒളി ക്യാമറകൾ സജ്ജീകരിച്ച് പൊതുപ്രവർത്തകരുടെ മുഖം മൂടി അണിഞ്ഞ ഈ ചെന്നായ്ക്കളുടെ ഒളിജീവിതം പകർത്തുകയാണ് ഇവിടെ. ഹൈഡിംഗ് ഡേയ്സ് ഓഫ് എ കൾപ്രിറ്റ് എപ്പിസോഡ് 1. ഇത് മെയിൽ അറ്റാച്ച്മെന്റാ. എല്ലാ ചാനലിലും ഇതിന്റെ കോപ്പി ഉണ്ട്. ഹോട്ട് പെർസ്യൂട്ടിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക, മെയിൽ വെച്ച് വർക്ക് തുടങ്ങാം. കമോൺ ഫാസ്റ്റ്. അറിയാലല്ലേ ഉമ്മ, ഞാനവിടെ മത്സരിക്കുന്നത്. നമ്മുടെ ഇതിന് ഓട്ടോറിക്ഷ. ഓ നമസ്കാരം. ടിവിയില് രാമനുണ്ണി. എന്തോ രാമനുണ്ണി ടിവിയിലെന്ന് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന രാമനുണ്ണിയും തോമസ് ചാക്കോയും ക്യാമറ കണ്ണുകൾ. അമ്പാടി മോഹനൻ വധം, രാമനുണ്ണി സംശയിക്കപ്പെട്ട നിമിഷം മുതൽ സഹായി തോമസ് ചാക്കോയെയും പിന്തുടർന്ന് ഞങ്ങൾ എത്തിയത് ഒളിയിടത്തിലേക്കാണ്. പൊതുപ്രവർത്തകരുടെ മുഖം பிக் பாஸ் மாதிரி பண்ணிட்டு അവരുടെ തന്നെ പ്രവർത്തികളിൽ அதெல்லாம் சொல்லிட்டு கூட்டிட்டு ரெக்கார்ட் பண்ணுவாங்களா? ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. സിംഗപ്പൂർ. സൈറ്റിന്റെ ഐപി അഡ്രസ്സും മെയിൽ ഐഡിയുടെ ഐപി അഡ്രസ്സും സിംഗപ്പൂരാണ് കാണിക്കുന്നത്. വാട്ട്? അവർ സിംഗപ്പൂരാണുള്ളതെന്നല്ല, ഇത് സ്പൂഫിംഗ് ആണ് സർ. ഐപി സ്പൂഫിംഗ്. 7:30 எப்ப பாரு 7:30 வருது. எல்லாம் செகண்ட் எபிசோடு வெயிட்டி. ஓ ஃபர்ஸ்ட் எபிசோடு போதா? വൃത്തികേട് കാണാതിരിക്കാൻ ഇടുന്ന സാധനമാണിത്. താൻ ഇന്നലെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഓ ഞാനോ? പള്ളിയും അച്ഛനൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് ആരോടെങ്കിലും ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി, മനസമാധാനം കിട്ടും. ഫുട്ബോൾ ടീം. അന്ന് രാത്രി തന്നെ അമ്പാടി മോഹനൻ തീർത്തു എന്റെ അച്ഛനെ. ഇത് അവന്റെ കളിയാ. പിന്നെ മോഹനൻ സഖാവേ, പിന്നല്ലാതെ ചതിയാണ് സഖാവേ. നമ്മളെ തമ്മി തല്ലിക്കാൻ വേണ്ടിയുള്ള അവന്റെ അടവ്. NSPയുടെ ഒരു കൊലപാതകത്തിന് അമ്പാടി മോഹനൻ കൂട്ടുന്നതിന് പ്രത്യുപകാരം. അച്ഛനെ കൊല്ലാൻ അറവുകാരനെ സപ്ലൈ ചെയ്തത് ഉദയഭാനു. ആറുകള് ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയ. ഇനി നാട്ടുകാരത്തെ എന്ത് പറയും? നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാനാണ്. എന്തെങ്കിലും പറയാ. അല്ല അപ്പൊ താനാണോ അത്? ഹാറ്റ്സ് ഓഫ് ഹോട്ട് പർസ്യൂട്ട്, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ. പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പ്രോഗ്രാം. മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് വെച്ച് രാമനുണ്ണിയുടെ അറിവോടെയാണ് ഇത് ചിത്രീകരിച്ചതെന്ന് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ ഇത് സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് ആണ്. അദ്ദേഹത്തിന് തന്നെ വിനയായി മാറും. ഇത് മാത്രം മതി അദ്ദേഹം രാഘവനെ കൊല്ലിച്ചത് മോഹനാണോ എന്ന് ചോദിച്ചാ അതെനക്ക് അറിഞ്ഞു. പക്ഷേ എനക്കതിലൊരു മനസ്സറിവ്. നിങ്ങൾക്കറിയാല, ആ ബസ് സ്റ്റാൻഡിലിട്ട് 37 വെട്ടല്ലേ എന്നെ വെട്ടിയത്. എന്റെ ഭാഗ്യം കൊണ്ടാണ് ഒരു കാലം പോയത്. ആ കേസിൽ 1-ാം പ്രതി ആരാ? ഈ മോഹനാണ്. അങ്ങനെയുള്ള ഒരാളുവാ ഞാൻ. എങ്ങനെയാന്ന് ഡീൽ ഉണ്ടാക്കുക? താഴെത്തട്ടിലുള്ള ജനങ്ങളും പ്രവർത്തകരുമായിട്ട് അത്രയ്ക്ക് ആത്മബന്ധമുള്ള നേതാവായിരുന്നു സഖാവ് രാഘവൻ. സഖാവ്, ഈ വെളിപ്പെടുത്തൽ അണികളിലും പ്രവർത്തകരിലും ആശയക്കുഴപ്പമുണ്ടാക്കും. അത് ഈ ഇലക്ഷനെ മാത്രമല്ല, പാർട്ടിയെയും ബാധിക്കും. ഇനി 7 ദിവസമേ ഉള്ളൂ ഇലക്ഷൻ. എന്തു വേണമെന്ന് ചന്ദ്രൻ പറയുന്നത്? സഖാവ് രാഘവന്റെ കൊലപാതകത്തിന്മേൽ പുനരന്വേഷണം പ്രഖ്യാപിക്കുക. തൽക്കാലം പാർട്ടിയുടെ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ അത് മതി. ஓகே நம்ம வந்து பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம்.